ശ്രീ ആർ വി ബാബു. ഇവിടെ പാക് ആക്രമണങ്ങളെ സൈന്യം ശക്തമായി തന്നെ ചെറുത്തു, തിരിച്ചടി നൽകി. പാകിസ്ഥാൻ കനത്ത പ്രഹരമേറ്റുവാങ്ങി പരാജയ ഭീതി മൂലം ലോകരാഷ്ട്രങ്ങളോട് കേണപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ ഭാരതം കൊണ്ടുചെന്നെത്തിച്ചു. എന്നു മാത്രമല്ല, തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ വിശദീകരിക്കവേ സൈന്യം വ്യക്തമാക്കിയത് നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ വെറും 10% മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത് ഇവരെ ചെറുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സൈനിക ശക്തി തന്നെ എത്രത്തോളം വലുതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അപ്പോഴാണ് ഭാരതത്തിനകത്തു നിന്ന് ഉയരുന്ന ഈ വിമർശന സ്വരങ്ങൾ അത് ഏറെ വേദനിപ്പിക്കുന്നതാണ്. നമുക്കറിയാം, പ്രതിപക്ഷ പാർട്ടികൾ തുടക്കം മുതൽ ഉന്നയിച്ച ആരോപണങ്ങൾ. അതിനൊടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്നത് പാകിസ്ഥാനെ നിരന്തരം സഹായിക്കുന്ന ചാരന്മാരുടെ എണ്ണം. ഇതൊക്കെ 1% വരുന്നത്. പക്ഷേ എന്നാൽ പോലും ഇവർ അങ്ങേയറ്റം അപകടകാരികൾ തന്നെയല്ലേ? രാജ്യത്തെ, പിറന്ന മണ്ണിനെ ഒറ്റുകൊടുക്കുന്ന ഒരു പ്രവണതയല്ലേ ഇതിനകത്ത് നിന്നുകൊണ്ട് ഇവർ പയറ്റുന്നത്? തീർച്ചയായും ഒരു രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. ജനങ്ങളുടെ ഐക്യവും ദേശത്തോടുള്ള പ്രതിബദ്ധതയും രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കാനും രാഷ്ട്രത്തിന് വേണ്ടി മരിക്കാനും തയ്യാറുള്ള ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന്റെ ശക്തി. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങളും അതേപോലെ സമ്പത്തും ഒക്കെ വരുന്നുള്ളൂ. ജനങ്ങളാണ് രാഷ്ട്രത്തിന്റെ ശക്തി. ഇപ്പോ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആയുധങ്ങളെ കൊണ്ട് നേടുന്നതിനേക്കാൾ വലിയ വിജയം ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോ ആ നിലയ്ക്ക് നോക്കിയാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായിട്ട് ഈ സമയത്തുണ്ടായിട്ടുള്ള ഈ ഒരു യുദ്ധസമയത്ത് പൊതുവെ നമുക്ക് രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നു എന്ന് വേണം കരുതാൻ. അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവര് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെയാണ് നമ്മുടെ രാജ്യം അടിമത്തത്തിലേക്ക് പോയത്. നമ്മുടെ രാജ്യം വൈദേശിക ആക്രമണങ്ങളുടെ മുന്നിൽ പരാജയപ്പെട്ടു പോയത് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത്തരം ശത്രുക്കളെ സഹായിക്കാൻ ഉണ്ടായതുകൊണ്ടാണ്. ഇത് വളരെ വ്യക്തമായിട്ട് ഡോക്ടർ അംബേദ്കർ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവസാനത്തെ പ്രസംഗത്തിൽ ഈ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഭാരതം അത് അങ്ങനെ തന്നെ നിലനിൽക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് ഘോറിക്ക് നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് ഒരു ജയചന്ദ്രന്റെ സഹായത്തോടു കൂടിയിട്ടാണ്. അതേപോലെ ഛത്രപതി ശിവാജിക്ക് എതിരായിട്ട് ഔറംഗസീബിനോടൊപ്പം യുദ്ധം ചെയ്യാൻ വന്നത് രാജാ ജയസിംഹനാണ്. ടിപ്പുവിനെ ആക്രമിക്കാൻ സഹായിച്ചത് അല്ലെങ്കിൽ ടിപ്പുവിനെയും ഹൈദരാലിയെയും ഒക്കെ ഈ രാജ്യത്തുള്ള ആളുകൾ തന്നെയാണ്. ഈവൻ കേരളത്തിലെ ആക്രമണത്തിന്റെ പശ്ചാത്തലം നോക്കിയാൽ കേരളീയര് തന്നെയാണ് ടിപ്പുവിനെ ക്ഷണിച്ചു കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഹൈദരെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. മലബാറിലെ രാജവംശമാണ്. ഇതൊക്കെ നോക്കുമ്പോൾ ഉള്ളിൽ നിന്നുള്ള സഹായത്തോടു കൂടിയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ നാളിതുവരെയുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉള്ളിൽ നിന്നുള്ള സഹായത്തോടു കൂടിയിട്ടാണ് നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ശത്രുക്കൾക്ക് നേരിട്ട് നമ്മളെ കീഴ്പ്പെടുത്താൻ, അവരുടെ ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാതെ വരുന്ന സമയത്തൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ചില ആളുകളുടെ സഹായം അവർക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ചരിത്രത്തിൽ ഒട്ടനവധി സന്ദർഭങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയും അത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ നമുക്ക് ഈ നിർണായക സന്ദർഭത്തിൽ രാജ്യം ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്ന് പാകിസ്ഥാന് എതിരായിട്ട് രാജ്യത്തോടൊപ്പം ജനങ്ങൾ നിന്ന സമയത്ത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചിലര് പണത്തിന് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ ജ്യോതി മൽഹോത്ര യൂട്യൂബറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ താല്പര്യം പണമാണ്. പാകിസ്ഥാൻ അവരെ വിലക്കെടുത്തു. അവര് ഇതിനു മുൻപേ തന്നെ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തി അത് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. ഈ പഹൽഗാം ആക്രമണത്തിന് തൊട്ട് മുൻപായിട്ട് അവർ പാകിസ്ഥാൻ സന്ദർശിച്ചു എന്ന് പറയുന്നു. അവരുടെ എംബസിയിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1 വർഷം മുമ്പേ തന്നെ ഇവരുടെ ഈ യൂട്യൂബ് അതേപോലെ വ്ളോഗിനെയൊക്കെ സംബന്ധിച്ചുള്ള പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഏകദേശം 11 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ 11 പേരില് മതം തിരിച്ചു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അപ്പൊ മതം തിരിച്ച് ഉള്ള ഒരു മതത്തിന് വേണ്ടി ആരെങ്കിലും ഇതിന്റെ ഇത്തരത്തിൽ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ആളുകളൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, പണത്തിന് വേണ്ടിയാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ്. പലപ്പോഴും രാജ്യത്തിനെതിരായിട്ട് നിൽക്കുന്നത് പല ഘടകങ്ങളുണ്ട്. മതം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾക്ക് മതം പ്രധാന ഘടകമായിരുന്നോ എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ നമുക്ക് കാണാൻ സാധ്യമല്ല. പക്ഷേ മതം പലപ്പോഴും പ്രധാന ഘടകമാകാറുണ്ട്. ഇന്ത്യയുടെ താല്പര്യത്തിനെതിരായിട്ട് തങ്ങളുടെ മതത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു വിഭാഗം ആളുകൾ ചിലപ്പോൾ ക്രിക്കറ്റ് കളിയുടെ സമയത്താകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പൊ യുദ്ധ സമയത്താകാം. ഇപ്പോൾ തന്നെ കർണാടകയിൽ നിന്നുള്ള ഒരു MP ഇപ്പൊ ഈ കോൺഗ്രസ് ഡെലിഗേഷന് വേണ്ടി സമർപ്പിച്ച ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു MP ഉണ്ടല്ലോ. ആ MP എന്താണ്, അദ്ദേഹത്തിന് സയ്യിദ് അഹമ്മദ് എന്നോ എന്നോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്ന അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹം ജയിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ വിജയാഘോഷം നടത്തിയത് പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചിട്ടാണ് അനുയായികൾ നടത്തിയത്. അപ്പൊ പാകിസ്ഥാന് സിന്ദാബാദ് വിളിച്ചിട്ട് വിജയാഘോഷം നടത്തിയ അനുഭവം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് മാത്രമല്ല ശ്രീ RV ബാബു, ഈ സെയ്ദിനെയാണ് കോൺഗ്രസ് അവരുടെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റിലുള്ളത്. ഗൗരവ് ഗൊഗോയും ആനന്ദ് ശർമ്മയും സെയ്ദും ഒരു അമരീന്ദർ സിംഗും രാജ സിംഗുമായിരുന്നു അവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ. 3 പേരാണ് അതിൽ ആരോപണ വിധേയർ. അല്ല, ഈ ഗൊഗോയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഞാൻ ഇപ്പോ ഹേമന്ത് ശർമ്മ വളരെ ശക്തമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ തെളിവുകളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുമായിരിക്കാം. കോൺഗ്രസിന്റെ ഒരു ഉന്നത നേതാവാണ് അദ്ദേഹത്തിന് പാകിസ്ഥാനുമായിട്ടുള്ള അവിഹിതമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണമാണ് ഹേമന്ത് ശർമ്മയെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഉന്നയിക്കുന്നത്. അപ്പൊ തീർച്ചയായും മുഖ്യമന്ത്രി തലത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണത്തെക്കുറിച്ച് തീർച്ചയായും അന്വേഷണം ഉണ്ടാവും. ഏജൻസികൾ അന്വേഷിക്കും, ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴേ നമുക്ക് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഒരു മുഖ്യമന്ത്രി തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇവിടെ മതത്തിന്റെ പേരിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ അങ്ങനെയുള്ളവരാണോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഏതായാലും മതം ഒരു പ്രധാന ഘടകമാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ആ പാകിസ്ഥാന്റെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതിൽ. ഒപ്പം ചിലപ്പോൾ സാമ്പത്തികം ഒരു പ്രധാന ഘടകമായിരിക്കും. സമ്പത്തിന് വേണ്ടി അവിടെ നിന്ന് പണം കൊടുത്ത് ഇവിടുത്തെ ആൾക്കാരെ വിലക്കെടുക്കുന്ന സമീപനം, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഭാരതം തകർന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവര് പണത്തിന് വേണ്ടിയുമല്ല, മതത്തിന്റെ താല്പര്യത്തിലുമല്ല. അവർ ഈ രാജ്യം തകരണമെന്നാൽ, ഇപ്പോ നമ്മൾ ജോർജ് സോറോസിനെ പോലുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് നമ്മൾ. അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനത്തെയും നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ തകർക്കാനായിട്ട് ആസൂത്രിതമായി ശ്രമിച്ചത് എന്നുള്ളതിന്റെ വിവരങ്ങളൊക്കെ ഇതിനകം തന്നെ പുറത്തു വന്നത്. ജോർജ് സോറോസ് സ്വയം തന്നെ പറഞ്ഞ കാര്യമാണ്, ഞാൻ 1000 കോടി രൂപയാണ് ഈ കാര്യത്തിന് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത് എന്ന്. അപ്പോ അത്തരം ആളുകളുടെ കൈക്കോടാലികളായി പ്രവർത്തിക്കുന്ന, കോടാലിക്കൈകളായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ താല്പര്യം ഭാരതം തകരണം എന്നാണ്. അപ്പൊ ഭാരതം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവര് ഇത്തരത്തിൽ ചില സംശയങ്ങൾ ചോദിക്കും. പാകിസ്ഥാനെ ആക്രമിച്ചോ? ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തന്നെ ഭാരതത്തിന്റെ തന്നെ ആസൂത്രണത്തിലാണോ? അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ തന്നെ ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണോ? അതിന്റെ പിന്നിൽ സംഘപരിവാർ ഭീകരതയാണോ? ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തതാണ്, നമ്മൾ കണ്ടതാണ്. ഭാരതം തന്നെ ആക്രമിച്ച് മോഡി ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് നടത്തിയ ചില ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ് എന്നുള്ള അത്തരം ചർച്ചകളും അത്തരം ആരോപണങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന് നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഒരു ആക്രമണത്തിൽ ഇപ്പോ പാകിസ്ഥാനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന് ചോദിച്ചു തുടക്കത്തിൽ. ഇതിനും പകരം വീട്ടാത്തത് എന്തുകൊണ്ടാണ്? യുദ്ധം തുടങ്ങിയ സമയത്ത് യുദ്ധം തന്നെ നമുക്ക് നല്ല കാര്യമാണോ? ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് രാജ്യം ഏത് നിലയ്ക്ക് നിലപാടെടുത്താലും ആ നിലപാടുകളെ മുഴുവൻ തകർക്കുന്ന, അല്ലെങ്കിൽ അതിനെ തുരങ്കം വെക്കുന്ന ചില ആളുകൾ, ചില ലക്ഷ്യം. ഇപ്പൊ തന്നെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം നമ്മൾ ശ്രദ്ധിച്ചില്ലേ? രാഹുൽ ഗാന്ധി എന്താണ് ചോദിക്കുന്നത്? അതായത് ജയശങ്കർ അഭിപ്രായം പറഞ്ഞത്, ജയശങ്കർ യുദ്ധത്തിന് മുൻപ് അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് പാകിസ്ഥാനെ യുദ്ധം തുടങ്ങിയ കാര്യം അറിയിച്ചുകൊണ്ട് നമ്മുടെ ആയുധങ്ങൾ നഷ്ടപ്പെടുത്താൻ ഇടയാക്കി എന്നാണ്. എത്ര കഷ്ടമാണെന്ന് നോക്കൂ. ഇന്ന് ഞാൻ ബർഖാദത്തിന്റെ ഒരു ട്വീറ്റ് കാണാനിടയായി. ബർഖാദത്ത് ആരാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കടുത്ത മോഡി വിരുദ്ധയാണ്.
ചുരുക്കി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള എന്റെ റീഡിങ്ങില് കടുത്ത ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള ഒരു പത്രപ്രവർത്തക, കടുത്ത ഹിന്ദു വിരുദ്ധയായിട്ടുള്ള പത്രപ്രവർത്തക, BJP മോഡിയും ഒക്കെ പേര് കേട്ടാൽ ആ സകലം വിറയ്ക്കുന്ന ഒരു പത്രപ്രവർത്തക ഇന്ന് അവരൊരു ട്വീറ്റ് കണ്ടു. രാഹുൽ ഗാന്ധി ഇത്ര മണ്ടനാകാമോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഇത്ര മണ്ടനാകാമോ? ഒരു യുദ്ധത്തില് എടുക്കേണ്ട നിലപാടുകൾ എന്താണ്? യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തെ മുൻകൂട്ടിക്കൊണ്ട് മറ്റു രാജ്യങ്ങളോട് എങ്ങനെ ഇടപെടണം എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. ലോകത്ത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോ അതൊന്നും മനസ്സിലാക്കാതെ എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാജ്യത്തെ ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിലെ ബാലിശമായ ചില ചോദ്യങ്ങൾ നേരത്തെ ഉന്നയിച്ചതിന് ഇത്തവണ തക്കതായ മറുപടി കിട്ടി. കാരണം പുൽവാമയുടെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ സേന തന്നെ ഏറ്റെടുക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതെ, ഔറംഗസീബ്, പാകിസ്ഥാന്റെ പട്ടാള മേധാവി ഔറംഗസീബ് തന്നെ പറഞ്ഞത് ഞങ്ങൾ ചെയ്ത ആക്രമണമാണ്. ഇവരിതുവരെ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അപ്പൊ പാകിസ്ഥാനിലെ ആരോപണങ്ങൾക്ക് ചൂട്ടുപിടിക്കുകയും പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും പ്രചരണം നടത്താനും വേണ്ട മുദ്രാവാക്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ. അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളും ഉയരുന്നത്. നമ്മുടെ ശുദ്ധി കലശം എന്ന് പറയുമ്പോൾ അത് അതിർത്തിയിലുള്ളതുപോലെ തന്നെ രാജ്യത്തിനകത്തും കൂടി പ്രാവർത്തികമാക്കണ്ടേ എന്നുള്ളത്.